നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ ആന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ദീപാലങ്കാര പ്രക്രിയയിൽ. തിരുനാൾ ആഘോഷത്തെ വരവേറ്റുള്ള കൂടുതൽ ശുശ്രൂഷ ഭക്തിനിർഭരമായി. അവണിശ്ശേരി പഞ്ചായത്തിൽ 10 വർഷത്തെ BJP ഭരണത്തിന് കടിഞ്ഞാണിട്ട് അധികാരത്തിലേറിയ കോൺഗ്രസിന്റെ വിജയസംഗമം. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് വിജയസംഗമം ഒരുക്കിയത്. ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു. വേഗത്തിൽ തീയണച്ചതിനാൽ തീപിടുത്തം വ്യാപിക്കുന്നത് ഒഴിവാക്കാനായി. വാർത്തകൾ വിശദമായി. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ ആന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ദീപാലങ്കാര പ്രഭയിൽ. തിരുനാൾ ആഘോഷത്തെ വരവേറ്റുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരമായി. ഞായറാഴ്ച രാവിലെ 6:30 വൈകിട്ടും ലതീൻ, നൊവേന, വിശുദ്ധ കുർബാന എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6 നടന്ന ലതീൻ, നൊവേന, വിശുദ്ധ കുർബാന എന്നീ തിരുകർമ്മങ്ങൾക്ക് അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികനായി. പ്രസിദ്ധി വാഴ്ചയ്ക്ക് ശേഷം വൈകിട്ട് 7:30 ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ നിർവഹിച്ചു. ചേർപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് കമനീയമായ ഇലുമിനേഷൻ സജ്ജീകൃതമായി കഴിഞ്ഞു. ദൈവത്തിന്റെ മഹത്വത്തിനും നമ്മുടെ ആനന്ദത്തിനുമായി നമ്മൾ ഒരുക്കിയിട്ടുള്ള ഈ സംരംഭം കർത്താവ് ആശീർവദിക്കട്ടെ. ദീപാലങ്കാരത്തോടൊപ്പം ലക്ഷം പടക്കവും തിരുനാൾ ആഘോഷത്തിന്റെ ആവേശ കാഴ്ചയായി. തിങ്കളാഴ്ച രാവിലെ 6:30 ലതീൻ, നൊവേന, വിശുദ്ധ കുർബാന, വീടുകളിലേക്ക് അമ്പ്, വള, വെഞ്ചിരിപ്പ് തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് മുഖ്യ കാർമ്മികനായി. വൈകിട്ട് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയുടെ ഭാഗമായുള്ള രൂപം എഴുന്നള്ളിച്ചു വെക്കൽ ഭക്തി നിർഭരമായി. തുടർന്ന് തിരുവനന്തപുരം യങ് സ്റ്റാർ ബാൻഡ് നയിച്ച ബാൻഡ് വാദ്യം അരങ്ങേറി. രൂപം എഴുന്നള്ളിച്ചു വെക്കൽ ശുശ്രൂഷയിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വീടുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പ് രാത്രി 11 പള്ളിയിൽ സമാപിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിൽ 10 വർഷത്തെ BJP ഭരണത്തിന് കടിഞ്ഞാണിട്ട് അധികാരത്തിലേറിയ കോൺഗ്രസിന്റെ വിജയസംഗമം. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് വിജയസംഗമം ഒരുക്കിയത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ വിജയസംഗമം ഉദ്ഘാടനം ചെയ്തു. വളർത്തി കൊണ്ടുവന്ന പ്രദേശമാണ് എന്ന് വേണ്ട ഒരുപാട് വിശേഷണങ്ങൾ അവണിശ്ശേരിയെ കുറിച്ച് BJPയും സംഘപരിവാറും കഴിഞ്ഞ കുറെ നാളുകളായി പറഞ്ഞിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ട് എന്ന് പറയപ്പെട്ട അവണിശ്ശേരിയിൽ സാങ്കേതികമായി ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവണിശ്ശേരിയിലെ BJPയുടെ പരാജയം ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് കാലെ കൂട്ടി നിങ്ങൾ എല്ലാവരും നടത്തിയ ഒരു പരിശ്രമം തന്നെയാണ് ഈ വിജയത്തിന്റെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രിയനും അതുപോലെ അനൂപ് ഉൾപ്പെടെ നിരവധി ദിവസങ്ങൾ, രാവുകൾ അതിനുവേണ്ടി മാറ്റിവെച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. UDF സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CK വിനോദ്, ബ്ലോക്ക് മെമ്പർമാരായ രശ്മി ബൈജു, സുകന്യ, ജിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ VI ജോൺസൺ, വിനയ സച്ചിൻ, ജോയ് പയ്യപ്പള്ളി, ജീസൻ റപ്പായി, കൃഷ്ണപ്രിയ ശ്രീജിത്ത്, റൂബി ജോൺസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ പ്രവർത്തകർക്ക് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു.
ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. വേഗത്തിൽ തീ അണച്ചതിനാൽ തീപിടുത്തം വ്യാപിക്കുന്നത് ഒഴിവാക്കാനായി. ചൊവ്വൂർ കിഴക്കേങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന RD എന്ന ഫർണിച്ചർ നിർമ്മാണശാലയാണ് കത്തി നശിച്ചത്. ചൊവ്വൂർ അരിമ്പൂർ വീട്ടിൽ റീസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. നിരവധി ഫർണിച്ചർ ഉരുപ്പടികൾക്കൊപ്പം മരവും തീപിടുത്തത്തിൽ കത്തി നശിച്ചു. തീപിടുത്തം സമീപത്തെ വീടുകളിലേക്ക് പടരുമെന്ന ആശങ്കയും നിലനിന്നിരുന്നു. ഇതിനിടെ വിവരമറിഞ്ഞെത്തിയ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ തീ അണയ്ക്കുകയായിരുന്നു. ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വാദ്യമേളങ്ങളോടെയാണ് കൊണ്ടുവന്നത്. 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആരംഭിച്ചത്. യജ്ഞവേദിയിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയോടെയാണ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. വാദ്യമേളം ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. ശാസ്ത്രജ്ഞനായ ഡോക്ടർ CV കൃഷ്ണൻ 6 വിദ്യാർത്ഥികൾക്കൊപ്പം ഭദ്രദീപം തെളിയിച്ചു. പെരുകമന ശ്രീനാഥ് നമ്പൂതിരിയാണ് മുഖ്യ യജ്ഞാചാര്യൻ. ക്ഷേത്രം രക്ഷാധികാരി കണ്ണാത്ത് വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് M രാമചന്ദ്രൻ, സെക്രട്ടറി TN ബാലൻ എന്നിവർ സംസാരിച്ചു. ഘോഷയാത്രയ്ക്ക് പ്രവീൺ ആഞ്ചേരി, KS രാമദാസ്, രാമചന്ദ്രൻ ആഞ്ചേരി, A മുരളീധരൻ, MS ശ്രീകുമാർ, ബിന്ദു ഉണ്ണികൃഷ്ണൻ, ദാക്ഷായണി ഗോപി എന്നിവർ നേതൃത്വം നൽകി. ഊരകം CMS LP സ്കൂളിന്റെ 125ാം വാർഷികാഘോഷത്തിന് മെഗാ തിരുവാതിരക്കളിയുടെ കേളിക്കൊട്ട്. ചേർപ്പ് മഹാത്മാ മൈതാനമാണ് മെഗാ തിരുവാതിരയ്ക്ക് വേദിയായത്. ഊരകം CMS LP സ്കൂളിന്റെ 125ാം വാർഷികാഘോഷത്തിന്റെ പെരുമയാണ് മെഗാ തിരുവാതിര കളിയിലൂടെ ഉയർന്നത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു മെഗാ തിരുവാതിര. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് മെഗാ തിരുവാതിര കളി നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബിജീഷ് പുളിമ്പറമ്പിൽ അധ്യക്ഷനായി. തിരുവാതിര കളിക്ക് പരിശീലനം നൽകിയ ശ്രീജിയെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാരമേശും പ്രധാനാധ്യാപിക ലീമോളും ചേർന്ന് ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജിത്ത, PTA പ്രസിഡന്റ് ഷാനവാസ്, സിബിൻ ടി ചന്ദ്രൻ, MPTA പ്രസിഡന്റ് ലിയാസ് അണ്ണി എന്നിവർ മെഗാ തിരുവാതിരയ്ക്ക് ആശംസകൾ നേർന്നു. തുടർന്ന് ആസ്വാദകർക്ക് മുന്നിൽ മെഗാ തിരുവാതിര അരങ്ങേറി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവരെല്ലാം മെഗാ തിരുവാതിര ഒരുമിച്ച് ചുവടുകൾ വെച്ചു. ലാസ്യഭംഗിയാർന്ന ചുവടുകൾക്കൊപ്പം താളവും ഇഴചേർന്ന മെഗാ തിരുവാതിര ആസ്വാദകർക്ക് ഏറെ അനുഭൂതിയാണ് സമ്മാനിച്ചത്. ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ 23ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർമാരായ ശ്രീദേവി സന്തോഷ്, നന്ദകിഷോർ എന്നിവർ ചേർന്ന് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ശ്രീ വിവേകാനന്ദ കാവടി സമാജം പ്രസിഡന്റ് CK സുരേഷ് കുമാർ അധ്യക്ഷനായി. സമാജത്തിന്റെ 23 വർഷത്തെ ചരിത്രവും പ്രവർത്തനങ്ങളും സെക്രട്ടറി CV അനിൽകുമാർ വിശദീകരിച്ചു. ഭാരവാഹികളായ N ഉണ്ണികൃഷ്ണൻ, PK രാമചന്ദ്രൻ, PV വിജിത, കമ്മിറ്റി അംഗങ്ങളായ അജിത് അനിൽ, PS അശ്വിൻ, AR സജീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സുധി ഉല്ലൂർ അവതരിപ്പിച്ച വൺമാൻ ഷോ, മറ്റു വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. നാട്ടിക ഈയാനി ശ്രീ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാചരണവും ഉത്സവവും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ഈ മാസം 21 മുതൽ 29 വരെയാണ് ഉത്സവാഘോഷം നടക്കുക. ഈ മാസം 28 ബുധനാഴ്ചയാണ് ഉത്സവ ദിനമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 23 വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റ് നടക്കും. 24 ശനിയാഴ്ച നാഗപൂജ ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ. 25 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പൊങ്കാല സമർപ്പണം ഉണ്ടാകും. വൈകിട്ട് 7:30 കൈശോരി നാട്യകലാ തരംഗൊരുക്കുന്ന നൃത്തഭക്തിലയം അരങ്ങേറും. 26 തിങ്കളാഴ്ച ദീപാരാധന, തുടർന്ന് ദണ്ഡനും മുണ്ടനും തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 7:30 തൃശിവ കലാവേദിയും കണ്ണകിയും അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. 27 ചൊവ്വാഴ്ച വൈകിട്ട് ഹനുമാൻ പൂജ നടക്കും. ഉത്സവ ദിവസമായ 28 ബുധനാഴ്ച രാവിലെ നടക്കുന്ന ശിവേലി എഴുന്നള്ളിപ്പിൽ 5 ആനകൾ അണിനിരക്കും. പനങ്ങാട്ടിരി മോഹനൻ മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടി തീർക്കും. വൈകിട്ട് 3:30 5 ആനകളുടെ കാഴ്ചശീവേലി നടക്കും. ചോറ്റാനിക്കര വിജയൻ മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കും. തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണൻ മാരാർ നയിക്കുന്ന പാണ്ടിമേളം അരങ്ങേറും.
രാത്രി 9:30 നാട്ടിക ഇയാനി ഞായക്കാട്ട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പള്ളിവേട്ട പുറപ്പെടും. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും പാണ്ടിമേളവും നടക്കും. 29-ന് വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം ആറാട്ടുബലി ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും തുടർന്ന് ആറാട്ടുകഞ്ഞി വിതരണവും നടക്കും. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം വലിയ ഗുരുതി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് ഇ.കെ. സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ENT നിതീഷ്, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും വാർഷിക മഹോത്സവവും 21-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്നാം ദിവസം 21-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് ദീപാരാധന, ആചാര്യവരണം, തുടർന്ന് കലശമണ്ഡപ നമസ്കാരം, അസ്ത്രകലശ പൂജ, യക്ഷോഗ്നവസ്തു ഹോമങ്ങൾ, വാസ്തുബലി, ശാന്തി കലശാഭിഷേകം, വാസ്തു പുണ്യാഹം, അത്താഴപൂജ. മഹോത്സവ ദിവസം 28-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ ഗണപതി ഹവനം, തുടർന്ന് ഉഷപൂജ, മുളപൂജ, പഞ്ചവിംശതി, പഞ്ചഗവ്യം, അഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, 5 ഗജവീരന്മാരും പ്രശസ്ത മേളകലാകാരന്മാരും അണിനിരക്കുന്ന പാഞ്ചാരി മേളം. ഇരിങ്ങാലക്കുടയിൽ വിവാഹ സൽക്കാര വേദിക്ക് മുന്നിൽ വരനെതിരെ വിസ തട്ടിപ്പാരോപിച്ച പ്രതിഷേധം. വിസ തട്ടിപ്പിനിരയായ ഏതാനും പേരാണ് വിവാഹവേദിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ഇരിങ്ങാലക്കുട സിന്ധു കൺവെൻഷൻ സെന്ററിൽ ഞായറാഴ്ച നടന്ന വിവാഹ സൽക്കാര ചടങ്ങിനിടയിലാണ് വേദിക്ക് പുറത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ആളൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് ജെറിൻ ഡേവിസിന്റെ വിവാഹ സൽക്കാര ചടങ്ങാണ് കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ഇതിനിടയിലാണ് സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിസ തട്ടിപ്പ് ആരോപിച്ചുള്ള ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ യുവാവ് പലരിൽ നിന്നായി തട്ടിയെടുത്തതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇയാൾക്ക് ജാമ്യം ലഭിച്ചതായി പറയുന്നു. ഇതിനിടയിലാണ് ആഡംബരമായി വിവാഹം നടത്തിയത്. വിസ തട്ടിപ്പിലൂടെ വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അപ്പൊ നമുക്ക് തരാനുള്ള പൈസ അവർക്ക് തന്നൂടെ? ഇത്ര ആർഭാടായിട്ട് കുറെ പൈസ ചെലവാക്കി 20 ലക്ഷം അത്രയൊക്കെ ചെലവാക്കി ഇവര് പൈസ കല്യാണം നടത്തുന്നുണ്ട്. അപ്പൊ ചെറിയെന്ന് പറഞ്ഞ ചെറുക്കിന് തരാനുള്ള ഒരു പൈസ കൊടുത്തെങ്കിൽ എത്ര കാര്യം ഉണ്ടായിരുന്നേനെ? അനാവശ്യമായിട്ട് ഇവിടെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോരം പേരെ കണ്ണീര് ഇവിടെ വീടിനെന്ന് അറിയാം. എത്ര അമ്മമാരും മക്കളുടെയൊക്കെ പുറമെ പോകാനുള്ള മക്കള് 3 വർഷം 4 വർഷം 5 വർഷമൊക്കെ ആയി ഒരു പൈസ കൊടുത്തിട്ടുണ്ട്. കോടികളുടെ തട്ടിപ്പ് നടത്തണം. എന്നിട്ട് ഇവന് ഒരു പേടിയില്ലാണ്ട് ഇത്ര ഗംഭീരമായിട്ട് കല്യാണം നടത്താം. ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. ആരും പോലീസുകാർ വരെ ഇതിനിപ്പോൾ നമ്മൾ ഇത്രയും പ്രാവശ്യം പറഞ്ഞു. അവർ വരെ നമുക്ക് നമ്മുടെ അടുത്ത് അനാസ്ഥ കാണിക്കുന്നത്. നിയമപാലകർ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിയമം കിട്ടും? നമ്മുടെ നാട്ടിൽ നമ്മൾ നിയമത്തിന് എവിടെ പോകും? അതാണ് ഇപ്പോൾ അവസ്ഥ മനുഷ്യൻ്റെ. ഞങ്ങളുടെ ആധാരം വരെ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തത്. എന്നിട്ട് പോലും ഇവർക്ക് ഇതിനൊരു ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ഇതിനൊക്കെ ഇത്ര കോടികൾ ഇവരിവിടെ ചിലവാക്കി കല്യാണം നടത്തുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു ശതമാനം നമുക്ക് തന്നാൽ നമ്മുടെ പലിശയെങ്കിലും കൊടുക്കായിരുന്നു. ഇവരിങ്ങനെ ചെയ്യണത് ശരിയാണോ? നിയമപാലകരുണ്ട്, വേണ്ട ആൾക്കാരുണ്ട്. ഇവർ മുൻകൂർ ജാമ്യം എടുത്ത് അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാം. ഇതൊക്കെ ഒരു ന്യായമായ രീതിയാണോ? വിദേശത്ത് ഒളിവിലായിരുന്ന വധശ്രമ കേസിലെ പ്രതി ലുക്കൌട്ട് സർക്കുലർ പ്രകാരം പിടിയിൽ. കരുവന്നൂർ സ്വദേശി പൊക്കാക്കില്ലത്ത് വീട്ടിൽ മുഹമ്മദ് നുജു ആണ് പിടിയിലായത്. നെല്ലായി ആലത്തൂർ സ്വദേശികളായ അരിയക്കാട്ടിൽ വീട്ടിൽ സജിത്ത്, മരാശ്ശേരി വീട്ടിൽ ജിജുവാസ് എന്നിവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. 2016 മെയ് 26-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാക്കളെ സ്ഫോടക വസ്തു എറിഞ്ഞ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കേസിൽ ജാമ്യം ലഭിച്ച ശേഷം ബഹ്റൈനിൽ ഒളിവിലായിരുന്നു പ്രതി. തുടർന്ന് പ്രതിയെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. രഹസ്യമായി നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇയാളെ തടഞ്ഞുവെച്ചു. തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. ചൊവ്വൂരിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അനുജൻ അറസ്റ്റിൽ. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി സ്വദേശി കല്ലേരി വീട്ടിൽ വിൻസൻ ആണ് അറസ്റ്റിലായത്. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി സ്വദേശി കല്ലേരി വീട്ടിൽ വിൻസനാണ് അറസ്റ്റിലായത്. പ്രതിയുടെ ജ്യേഷ്ഠൻ ചൊവ്വൂർ സ്വദേശി ജോൺസൺ ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 29-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്വത്ത് ഭാഗം
ചെയ്തു കിട്ടാത്തതിനെ ചൊല്ലി ജ്യേഷ്ഠനുമായി വൈരാഗ്യത്തിലായിരുന്നു പ്രതിയായ വിൻസൻ. സംഭവ ദിവസം ചൊവ്വൂരിലെ തറവാട്ട് പറമ്പിൽ പുല്ല് ചുറ്റുകയായിരുന്നു ജ്യേഷ്ഠനായ ജോൺസൺ. ഈ സമയം ഇവിടെ എത്തിയ പ്രതി ജ്യേഷ്ഠനെ തൂമ്പ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ തലയോട് പൊട്ടി ജോൺസന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വീട്ടുകാരുമായി ബന്ധപ്പെടാതെ പല സ്ഥലങ്ങളിലായി താമസിച്ചു വരികയായിരുന്നു പ്രതി. തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന കൺസോർഷ്യത്തിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള അപേക്ഷ ക്ഷണിച്ചു. ചേർപ്പ് പഞ്ചായത്തിൽ താമസിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളായ 18 വയസ്സ് തികഞ്ഞ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 23-ന് വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. ചേർപ്പ് തിരുവള്ളക്കാവ് സ്വദേശി ചേർപ്പിൽ വീട്ടിൽ വേലപ്പൻ മകൻ ബാലൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. ചേർപ്പ് ബസ് സ്റ്റോപ്പിന് സമീപം CV ഫുട്വെയർ സ്ഥാപനത്തിന്റെ ഉടമ സിനോജിന്റെ പിതാവാണ്. സംസ്കാരം വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,405 രൂപ, പവന് 1,07,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ ആന്തോണിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ദീപാലങ്കാര പ്രക്രിയയിൽ. തിരുനാൾ ആഘോഷത്തെ വരവേറ്റുള്ള കൂടുതൽ ശുശ്രൂഷ ഭക്തിനിർഭരമായി. അവണിശ്ശേരി പഞ്ചായത്തിൽ 10 വർഷത്തെ BJP ഭരണത്തിന് കടിഞ്ഞാണിട്ട് അധികാരത്തിലേറിയ കോൺഗ്രസിന്റെ വിജയസംഗമം. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് വിജയസംഗമം ഒരുക്കിയത്. ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു. വേഗത്തിൽ തീയണച്ചതിനാൽ തീപിടുത്തം വ്യാപിക്കുന്നത് ഒഴിവാക്കാനായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.